നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചായിരുന്നു? വീഡിയോ കണ്ടായിരുന്നോ ക്ലാസ്സിൽ വരാതിരുന്നവര്? എന്താ വീഡിയോ കാണാതിരുന്നേ? എക്സാം ആണ്. ഓക്കെ. വിമൽ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെ പഠിച്ചു നമ്മൾ പറഞ്ഞു കൊടുത്തവർക്ക്? എന്തോ? അതെല്ലേ. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് എക്സസൈസ് ആണ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ. ഇക്വേഷൻസ് ഓഫ് എ ലൈൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? പല ഫോംസ് ഉണ്ട്. പല ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തേ. ഫസ്റ്റ് പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യണേ? അതായത് ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും ആ ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത് y മൈനസ് വൈ നോട്ട് ഈക്വൽ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ. ഈ എം എന്ന് പറയുന്നത് എന്താ? എം എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ലൈൻ ആണ്. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് എന്താ? പോയിന്റ്. എന്തോ കേട്ടു? ഓക്കെ. സോ ഇതാണ് നമ്മൾ പഠിച്ച ഫസ്റ്റ് ഇക്വേഷൻ, പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യണേ? ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും ആ ലൈനിന്റെ സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഇക്വേഷൻ പറഞ്ഞേ. y മൈനസ് വൈ നോട്ട് ഈക്വൽ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. എന്നിട്ട് എം എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് ഓഫ് ദി ലൈൻ ആണ്. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് ഓൺ ദാറ്റ് ലൈൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് 2 ഫോം. y minus y1 equal y2 minus y1 by x2 minus x1 into x minus x1. ഇവിടെ x1 y1 x2 y2 എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ്സ് ഓൺ ദ ലൈൻ ആണ്. ലൈനിലെ രണ്ട് പോയിന്റ്സ് ആണ് x1 y1ഉം x2 y2. അപ്പൊ ലൈനിൽ കൂടെ ലൈൻ പാസ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷനെ യൂസ് ചെയ്യാൻ പറ്റാ? ഈ ഇക്വേഷൻ വായിച്ചേ. y minus y1 equal y2 minus y1 by x2 minus x1 into x minus x1. അതായത് x1 y1 x2 y2 എന്ന് പറയുന്നത് എന്താണ്? ആ ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. y is equal to mx plus c. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. y is equal to mx plus c. ഈ m എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് ആണ്. c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാണാവോ? നിങ്ങൾ ഇത് ചിരിച്ചോണ്ടിരിക്കണേ? കൊള്ളാം. ഈ ഇക്വേഷൻ തന്നെയായിരുന്നു. നോക്ക് എക്സ് വൈ ആക്സിസ്. y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ജിസേ?
ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്നാ ഞാനിപ്പോ പറഞ്ഞത്? വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയാൻ എന്താന്നാ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലല്ലോ വൈ ഇന്റർസെപ്റ്റ്. ആ സി ആണ് വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഒരു ലൈൻ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് സി എന്ന് പറയുന്നത്. ഓക്കെ, സോ വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഏതൊക്കെ? ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. വൈ ഇസ് ഈക്വൽ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് y is equal to m into x minus d. ഇവിടെ m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്, d എന്ന് പറയുന്നത് x ഇന്റർസെപ്റ്റ് ആണ്. x ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? x ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് x ഇന്റർസെപ്റ്റ്. y is equal to m into x minus d. It will be a line with slope m and ഇത് എഴുതാനാണോ? And x intercept d, x intercept d, then the equation of the line is given by this. നേരെ വൈഷ്ണവി കഴിഞ്ഞോ? നെക്സ്റ്റ് ഇന്റർസെപ്റ്റ് ഫോം കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? Next, intercept form. X by a plus y by b equal 1, where a is the x intercept and b is the y intercept. കഴിഞ്ഞോ? സ്ലോപ്പ് പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നല്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ? ഉണ്ടായിരുന്നല്ലേ? രണ്ട് പാരലൽ ലൈൻസിന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും പറ? എഴുതിയിട്ടില്ലേ അത്? ആ, രണ്ട് പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ അവരുടെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിലോ? വായിച്ചു നോക്ക്, ഇപ്പഴല്ലേ സമയമുള്ളൂ, വായിച്ചു നോക്ക്. M1 M2 ഇപ്പൊ രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് M1 അല്ലെങ്കിൽ M1 M2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് M1 into M2 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു -1. ഇത്രയും ഈ ഇക്വേഷൻസ് അറിയണം. ആ ഇത് പറഞ്ഞാലാണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എടുത്തേ, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? അപ്പൊ എഴുതിയില്ലായിരുന്നു? ഓൺലൈൻ വെറുതെ ഇരിക്കായിരുന്നു. പ്രോബ്ലം ചെയ്തില്ലായിരുന്നു നമ്മൾ? പ്രോബ്ലത്തിനിടയ്ക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും. Exercise 9.2. If two lines are perpendicular, then the product of their slopes will be equal to -1.
Take exercise 9.2. First question, write the equations for the x and y axis. X name y axis, x axis name y axis name equation ഏത് എന്താണ്? Equations for x axis. X axis equation എന്തായിരിക്കും പറഞ്ഞേ? ഇവിടെ ഈ എക്സ് ആക്സിൽ ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? ഇപ്പൊ ഇത് 1 2 3 ഇങ്ങനെയാണ് പോയിന്റ്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് പറഞ്ഞേ പറ. 1 0. ഇവിടെയോ 2 0 3 0. ഏത് പോയിന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും y കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലെ? സോ എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 0. ഗായത്രി അവരൊക്കെ എന്ത് വരത്തില്ലേന്ന്? ഗായത്രി അനല അല്ലെ? പിന്നെ മറ്റേ സയോൺ അവർക്ക് എല്ലാവർക്കും എക്സാം ആണ്. കഴിഞ്ഞില്ലേ? പിന്നെന്താ വന്നതെന്നോ? ഓക്കെ. ഇനി എക്സ് ആക്സിന്റെ ഇക്വേഷൻ കിട്ടി y is equal to 0. ഇനി y ആക്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും പറ? ഇവിടെ x കോർഡിനേറ്റ് 0 അല്ലേ? സോ x is equal to 0. സോ ഇക്വേഷൻ ഓഫ് x axis equal y equal to 0. Equation of y axis equal x equal 0. Question number 2. Passing through the point minus 4 3. So ഒരു ഫിക്സഡ് പോയിന്റ് തന്നിട്ടുണ്ട് -4 3 with slope 1/2. ഇവിടെ എങ്ങനെയാ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുക? ഏത് ഫോമാ നമ്മൾ യൂസ് ചെയ്യുക പറഞ്ഞേ? നമ്മളിപ്പോ പഠിച്ചതിൽ ഏതാണ്? ഒരു പോയിന്റും ഉണ്ട് സ്ലോപ്പും ഉണ്ട്. അപ്പൊ ഏത് ഫോമാ? പോയിന്റ് സ്ലോപ്പ് ഫോം. കിട്ടിയോ? എന്താണ് പോയിന്റ് സ്ലോപ്പ് ഫോം പറഞ്ഞേ? പറ, ഇക്വേഷൻ പറ. y മൈനസ് y നോട്ട് ഈക്വൽ m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? എക്സ് നോട്ട് വൈ നോട്ട് ആണ് ഈ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. വൈക്ക് വൈ എന്ന് തന്നെ കൊടുക്കുക, എക്സിന് എക്സ് തന്നെ കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y മൈനസ് വൈ നോട്ട് എന്താ? 3 ഈക്വൽ m എത്രയാ? 1/2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എത്രയാ? -4 +4 ആകും. ഇനി 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2y മൈനസ് 6 ഈക്വൽ എക്സ് പ്ലസ് 4. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എക്സ് മൈനസ് 2y പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 10 ഈക്വൽ 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലെങ്ത്. കഴിഞ്ഞവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. കഴിഞ്ഞവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. പാസിംഗ് ത്രൂ 0 0 വിത്ത് സ്ലോപ്പ് m.
ഇതെല്ലാരും കഴിഞ്ഞോ? കഴിഞ്ഞോ ജിസേ? അടുത്ത ദിവസം ചെയ്യും. ആൻസർ കിട്ടിയോ? ആൻസർ എന്താ കിട്ടിയേ? ആൻസർ എന്താ കിട്ടിയേ? y minus mx ഈക്വൽ ടു 0. എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടിയേ? ജിസിന് എന്താ കിട്ടിയേ? എന്താ ചെയ്യാത്ത? എന്നാ കിടന്നോടെ. കിടന്നു. ആദിശന് കിട്ടിയോ? അവിടെ കിട്ടിയോ? കിട്ടിന്നാണോ ഇല്ലെന്നാണോ? കിട്ടിയില്ല, കിട്ടി. സാരെങ്ങനെ കിട്ടിയോ? പാസിംഗ് ത്രൂ 0 0. സോ ഫിക്സഡ് പോയിന്റ് ഇസ് ഗിവൺ അല്ലേ? സോ x0 y0 ആണ് തന്നേക്കുന്നത്. x0 y0 ഈക്വൽ 0 0 ആൻഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് m തന്നെയാണ്. സോ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇസ് ഗിവൺ ബൈ y minus y0 equal m into x minus x0, which is equal to y minus 0 equal m into x minus 0. That is y equal mx. That is y minus mx equal 0. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്ഷയ്ക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? റബ്ബ് ചെയ്തോട്ടെ ഞാനിത്. Question number 4. Passing through 2 root 3. So x0 y0 is given as എന്താണ്? 2 root 3 and incline with the x-axis at an angle of 75 degree. So theta തന്നിട്ടുണ്ട്, x0 y0 തന്നിട്ടുണ്ട്. നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? പറ, ഏത് മെത്തേഡാ? നമ്മൾ കുറെ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏത് ഫോമാ നമ്മൾ യൂസ് ചെയ്യുക? തീറ്റയും തന്നിട്ടുണ്ട്, ഒരു ഫിക്സഡ് പോയിന്റ് തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാ യൂസ് ചെയ്യാൻ പറ്റും? ഒരു പോയിന്റ്, ആ പോയിന്റ് സ്ലോപ്പ് ഫോം. പക്ഷെ അതിന് എന്തുകൂടെ വേണം? സ്ലോപ്പും കൂടെ വേണം. ഇവിടെ സ്ലോപ്പ് തന്നിട്ടുണ്ടോ? ഇല്ല. കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ കണ്ടുപിടിക്കാം? y minus y2 minus y1 by x2 minus x1. പക്ഷെ 2 പോയിന്റ് ഉണ്ടെങ്കിലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ സ്ലോപ്പ്. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? അതിന് എം വേണ്ടേ? എം കണ്ടുപിടിക്കണ്ടേ? എം എങ്ങനെ കണ്ടുപിടിക്കാം? 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് എം കണ്ടുപിടിക്കാനായിട്ട്. ഏതൊക്കെയാ? ഒന്ന് y2 minus y1 by x2 minus x1. പിന്നെ ഏതാ? പറ. എം എസ് ഈക്വൽ ടു ടാൻ തീറ്റ. പഠിച്ചിട്ടില്ലേ? which is equal to tan 75. tan 75 എങ്ങനെയാ കണ്ടുപിടിക്കുക? 75 നമുക്ക് എങ്ങനെ എഴുതാം? 45 plus 13 എഴുതാമല്ലോ. So tan 45 plus 30. Now what is tan x plus y? എന്താ tan x plus y? പറ. മറന്നാ? tan x plus tan y divided by 1 minus tan x. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടാ? പറഞ്ഞേ. പറ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറ. നിങ്ങൾ ഇപ്പൊ എഴുതണ്ട. ഇവിടെ ഇത് പറഞ്ഞേ. tan 45 plus tan 30 divided by 1 minus tan 45 into tan 30. tan 45 എത്രയാ?
1 പ്ലസ് ടാൻ 30 എത്രയാ 1/√3 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 45 1 ആണ് 1 ഇൻറ്റു 1/√3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? നിങ്ങളൊന്ന് ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാ ആൻസർ കിട്ടിയെന്ന് നോക്കിയ ടാൻ 75. കിട്ടിയ റാഷണൽ 2 പ്ലസ് ഓക്കെ എം കിട്ടിയില്ലേ? ഇനി ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഏ 'ഇതിനെന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെയും ഇവിടെ √3 - 1 ആണ് ഡിനോമിനേറ്ററിൽ. അപ്പൊ √3 + 1 കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. √3 + 1 ഹോൾ സ്ക്വയർ -3 - 1 റൂട്ടിന്റെ സ്ക്വയർ പ്ലസ് 6 എങ്ങനെ കിട്ടി? √3 × 2 അല്ലേ? എന്താ കിട്ടിയേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടാ? √3 + 1/√3 divided by √3 - 1/√3 which is equal to √3 + 1 divided by √3 - 1. ഇനി എന്ത് ചെയ്യാ? √3 + 1 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാ. So we will get the whole square divided by -1 which is equal to 2 + √3 എന്ന് കിട്ടിയില്ലേ? m = 2 + √3 ആണോ കിട്ടിയ? എല്ലാവർക്കും കിട്ടിയോ? ഫോർമുലയോ ഏതാ? ഇപ്പൊ നമുക്കൊരു പോയിന്റും ഉണ്ട് എമ്മും ഉണ്ട്. അപ്പൊ ഏതാ പോയിന്റ്സ് ഓഫ് ഫോം? ഏതാണ് ഇക്വേഷൻ? ഇക്വേഷൻ y - y0 = m × x - x0 which is equal to y - y0 എന്ന് പറയുന്നത് 2√3 ആണ്, ഈക്വൽ m എന്ന് പറയുന്നത് 2 + √3 × x - 2 which is equal to y - 2√3 equal 2x - 4 plus √3x - 2√3 -2√3 cancel. Y is equal to 2x minus y minus 4 plus √3. Sorry. Y equal 2 plus √3 x minus 4 which is equal to y minus 2 plus √3x minus y minus 4 equals 0. ഇങ്ങനെയാണോ കിട്ടിയേ? നിങ്ങൾക്ക് എവിടെ വരെ കിട്ടിയെന്ന് പറ. നമ്മുടെ ഇക്വേഷൻ എന്താ? y - y0 = m × x - x0.
എക്സ് നോട്ട് വൈ നോട്ട് നമുക്കറിയാം 2√3 ആണ്. എമ്മിന്റെ വാല്യൂ അറിയാം 2+√3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ y മൈനസ് 2√3 ഈക്വൽ 2+√3 ഇൻറ്റു എക്സ് മൈനസ് 2. ഇനി എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കിട്ടി? 2x മൈനസ് 4 പ്ലസ് √3x മൈനസ് 2√3. ഈ സൈഡ് രണ്ട് സൈഡ്സിലും മൈനസ് 2√3 ഉണ്ട്. സോ ഐ ക്യാൻസൽഡ് ഇറ്റ്. സോ വാട്ട് ഇസ് ലെഫ്റ്റ്? y ഈക്വൽ 2x മൈനസ് 4 പ്ലസ് √3x. രണ്ട് ടേംസ് ഉണ്ട് എക്സിന്റെ. എന്ത് ചെയ്തു? സിംഗിൾ ടേം ആക്കി എഴുതി, കോമൺ എടുത്തു. സോ 2+√3x മൈനസ് 4. ഇനി എന്ത് ചെയ്തു? ഒരു സൈഡിലാക്കി എഴുതി 2x പ്ലസ് √3x. രണ്ടിലും എക്സ് ഉണ്ടല്ലോ. എക്സ് കോമൺ എടുക്കുമ്പോൾ 2+√3 ഇൻറ്റു എക്സ് മൈനസ് 4. പിന്നെ എല്ലാ ടേംസിനെയും ഇക്വേഷനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു. സോ 2+√3x മൈനസ് y മൈനസ് 4 ഈക്വൽ 0. y is equal to √3 ആ? അങ്ങനെയാ കിട്ടിയേ? അതെങ്ങനെയാ അങ്ങനെ കിട്ടിയേ? വൈഷ്ണവിക്ക് കിട്ടിയാ? വേദ, ദിയ, നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയവര് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ കേട്ടോ. ഇത് കിട്ടാത്ത ആരൊക്കെയാ? ഇത് കിട്ടാത്തത് ആദർശന് മാത്രമേ കിട്ടാനുള്ള. ജിസ് എഴുതിയായിരുന്നോ? നോക്കി എഴുതിയാ? ആ, വേഗം കറക്റ്റ് ചെയ്തേ. വൈഷ്ണവി നോക്കിയാണോ എഴുതിയ? അതോ തനിയാണോ ചെയ്തേ? അക്ഷയ്ക്ക് കിട്ടുന്നുണ്ടോ? അക്ഷയ്? ആ, ഓക്കെ. കഴിഞ്ഞൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്ത് കഴിഞ്ഞോ നിങ്ങള്? ദിയ, ക്വസ്റ്റ്യൻ നമ്പർ 5. ഞാൻ ഈ സൈഡ് റബ്ബ് ചെയ്തോട്ടെ ആദർശ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്യട്ടോ കഴിഞ്ഞവര്. Intersecting the x-axis at a distance of 3 units to the left of origin with slope -2. എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സ്ലോപ്പ് is equal to -2, m equal to -2. പിന്നെ എന്താ തന്നേക്കുന്നത്? ഇന്റർസെക്ടിങ് ദി x-axisനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. at a distance of 3 units to the left of origin. ഒറിജിന്റെ ലെഫ്റ്റ് സൈഡില് 3 യൂണിറ്റ്സ് മാറിയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ പോയിന്റ് എന്തായിരിക്കും? -3,0 എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ നമുക്ക് തന്നേക്കുന്നത്? എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യണ പോയിന്റ് എക്സ് ഇന്റർസെപ്റ്റ് അല്ലെ? എക്സ് ഇന്റർസെപ്റ്റിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തോണ്ടിരുന്നത്? ഡി. സോ എക്സ് ഇന്റർസെപ്റ്റ് ഡി ഈക്വൽ -3. എമ്മും അറിയാം ഡിയും അറിയാം. ഏത് ഇക്വേഷനാ യൂസ് ചെയ്യാൻ പറ്റുക? y is equal to m into x minus d. ഇവിടെ നമുക്ക് എക്സ് ഇന്റർസെപ്റ്റ് തന്നേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഡി പറയുന്ന ഇക്വേഷൻ എടുത്തത്. y ഇന്റർസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് y is equal to mx plus c എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യായിരുന്നു. ഓക്കെ, കിട്ടിയോ? എത്ര കിട്ടിയ ആൻസർ പറഞ്ഞേ? y ഈക്വൽ m എന്ന് പറയുന്ന -2 ഇൻറ്റു എക്സ്. എന്താണ് അക്ഷയ്? വീഡിയോ ഓഫ് ആയോ? ഫോണായോ? x minus -d which is equal to -2x minus 6. That is 2x plus y
plus 6 equal 0. This is a required equation. കിട്ടിയോ? കഴിഞ്ഞൊരു നെക്സ്റ്റ് ക്വസ്റ്റൻ ഒന്ന് ചെയ്തേ. എനിക്ക് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റൻ നമ്പർ 6. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? ക്വസ്റ്റ്യൻ നമ്പർ 5 എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? അക്ഷയ് ക്യാമറ ഓൺ ചെയ്തേ. അക്ഷയ് കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ കിട്ടിയോ? എനിക്ക് ഇതിനകത്ത് എക്സ് മൈനസ് √3y മൈനസ് പ്ലസ് 2 അത് ഈ √3 കൊണ്ട് ത്രൂ ഔട്ട് സൈൻ ഒക്കെ സെയിം അല്ലേ? √3 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. ഇവിടെ എന്നുവെച്ചാൽ അവിടെ നമ്മൾ ഇക്വേഷൻസ് എഴുതുമ്പോൾ ഡിനോമിനേറ്റർ വയ്ക്കാറില്ല. അപ്പൊ അതുകൊണ്ട് √3 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതെന്താവും? എക്സ് ആകും മൈനസ് √3y പ്ലസ് 2√3 ഈക്വൽ ടു 0. ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടിയോ? ഫൈനൽ ആൻസർ കിട്ടിയോ? നോക്കാം. Intersecting the y-axis at a distance of 2 units above the origin. അപ്പൊ എവിടെയാ y-axis ഇന്റർസെക്ട് ചെയ്തേക്കുന്നത്? ഇതാണ് y-axis. Intersecting the y-axis at a distance of 2 units above the origin. ഒറിജിന്റെ മുകളിലാണ്. അപ്പോ 0, 2. അപ്പൊ ഇവിടെ എന്താ നമുക്ക് തന്നേക്കുന്നത്? y ഇന്റർസെപ്റ്റ് ആണ് തന്നേക്കുന്നത് അല്ലേ? y ഇന്റർസെപ്റ്റിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക? c equal 2. And making an angle of 30 degree with the positive direction of the x-axis. So theta is also given. Theta equal to 30 degree. ഏത് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? m is equal to tan theta. That is tan 30. എത്രയാ tan 30? 1/√3. So we got m is equal to 1/√3. C അറിയാം. ഇക്വേഷൻ എന്താ? y is equal to mx plus c. That is y is equal to 1/√3x plus 2. ഇനി എന്ത് ചെയ്യുക? ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. സോ x/√3 മൈനസ് y പ്ലസ് 2 ഈക്വൽ ടു 0. ഇവിടെ നോക്കിയേ, നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1/√3 ആണ്. ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പൊ ഈ ഡിനോമിനേറ്റർ കളയാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എല്ലാ ടേംസിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x/√3 ഇൻറ്റു √3 എന്ന് പറയാൻ എക്സ് മൈനസ് √3y പ്ലസ് 2√3 ഈക്വൽ 0. ദിസ് ഈസ് എ റിക്വയർഡ് ഇക്വേഷൻ. കിട്ടിയോ എല്ലാവർക്കും?
കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്. അക്ഷയ് കഴിഞ്ഞോ? അക്ഷയ് വീഡിയോ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. അക്ഷയ് ലീവ് ചെയ്ത് ഞാനൊന്ന് റീജോയിൻ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. കാണാമോ അക്ഷയ്? ആണ്. ആ ഓക്കെ. ചെയ്തോ? ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്തോ എല്ലാരും? ആൻസർ കിട്ടിയോ? കണ്ടോ? സാരംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാരും സംസാരിച്ചോണ്ടിരുന്നു. തിരിഞ്ഞിരുന്ന് വൈഷ്ണവി സംസാരിച്ചു. അല്ലേ? കണ്ടോ? സാരംഗ് ചെയ്ത് കഴിഞ്ഞു. പാസിംഗ് ഇല്ല ഇല്ല, ഒരു പ്രാവശ്യമേ ഉള്ളൂ. പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് -1 1 ആൻഡ് 2 -4. 2 പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? x1 y1. x1, y1 equal -1 1 and x2, y2 equal 2 -4. ഇക്വേഷൻ ഏത് ഫോമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? 2 പോയിന്റ് ഫോം. 2 പോയിന്റ് ഫോം ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഓഫ് ലൈൻ ഈക്വൽ y minus y1 equal y2 minus y1 by x2 minus x1 into x minus x1, which is equal to, substitute ചെയ്യുമ്പോൾ എന്താ കിട്ടുക? y minus 1 equal -4 minus 1 by 2 minus -1 into x minus -1, which is equal to -5 by 3 into x plus 1 y minus 1, which is equal to (3y minus 3 equal -5x minus 5). That is 5x plus 3y minus 3 plus 5 equals 0. That is 5x plus 3y plus 2 equals 0. This is the required line. കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? കഴിഞ്ഞോ സാറൻ? വിമല കഴിഞ്ഞോ? ആണോ?
പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞില്ലേ എല്ലാരും? ഇനി question number 8. The vertices of a triangle PQR are P21, Q -23, R45. Find the equation of the median through the vertex R. എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എന്തിന്റെ ഇക്വേഷനാ കണ്ടുപിടിക്കണ്ടേ? എന്തിന്റെ ഇക്വേഷനാ കണ്ടുപിടിക്കണ്ടേ? മീഡിയൻ. ഏത് വേർട്ടെക്സിലൂടെ അല്ല? ആറിൽ നിന്നുള്ള മീഡിയന്റെ ഇക്വേഷനാ കണ്ടുപിടിക്കണ്ടേ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ആണോ? ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ലൈൻ അല്ലേ? ഇവിടെ PQR. ഇതിനെ വേണമെങ്കിൽ നമുക്ക് A എന്ന് കൊടുക്കാം. എലിയോ? ഓക്കെ. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find the equation of AR. ഒന്ന് കണ്ടുപിടിച്ചേ. ഇക്വേഷൻ ഓഫ് AR ഒന്ന് കണ്ടുപിടിച്ചേ. ഇക്വേഷൻ ഓഫ് AR. ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ലേ? നമുക്ക് എന്താ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് അല്ലെ? ഒരു x1 y1 തന്നിട്ടുണ്ട് 4 5. ഇനി നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എന്ത് വേണം? സ്ലോപ്പ് വേണം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇവിടെ? ഇല്ല. സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഒന്നും നമ്മുടെ ഇല്ല. പിന്നെന്താ വേണ്ടത്? ഒരു പോയിന്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 2 പോയിന്റ് ഫോം കണ്ടുപിടിക്കാം അല്ലെ? നമുക്കറിയാം ഈ AR എന്ന് പറയുന്നത് മീഡിയൻ ത്രൂ ദ വേർട്ടെക്സ് R ആണ്. മീഡിയന്റെ പ്രത്യേകത എന്താ? അതായത് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെയുള്ള ലൈൻ ആണ് AR എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ഒരു പോയിന്റ് ARന്റെ ഒരു പോയിന്റ് നമുക്കറിയാം. ഇനി ഒരു പോയിന്റും കൂടെ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? മിഡ് പോയിന്റ് ഓഫ് PQ കണ്ടുപിടിച്ചാൽ മതി അല്ലെ? A ഈക്വൽ മിഡ് പോയിന്റ് ഓഫ് PQ. മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞേ? പറ. x1 plus x2/2, y1 plus y2/2, which is equal to എത്രയാ? 2 plus minus 2 എന്ന് പറഞ്ഞാൽ 0/2 0 ആണ്. 1 plus 3 4 4/2 2. ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് ഓഫ് PQ എന്ന് പറയുന്നത്. 0 2. ഇനി എന്ത് ചെയ്യാ? 2 പോയിന്റ് ഫോം യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇനി ഇക്വേഷനാ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 2 പോയിന്റ്സ് കിട്ടിയ. വൈഷ്ണവി ഇതേ ഫ്രണ്ടിൽ വന്നിരുന്നേ. വാ ഇവിടെ വന്നിരിക്കും. ഇവിടെ ഫ്രണ്ടില്. വെറുതെ എന്താണ്? എന്തിനാ പോണേ വിളിക്കുമ്പോ? അവിടെ
വിളിച്ചോ? കഴിഞ്ഞോ? വൈഷ്ണവിക്ക് കിട്ടിയ ആൻസർ 0-2 അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേട്ടില്ലായിരുന്നാ? ഏത് ഇക്വേഷൻ? നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഏതാ? 2 പോയിന്റ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇക്വേഷൻ എന്താ? y മൈനസ് y1 ഈക്വൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു y മൈനസ് y1 എന്താ ഇവിടെ? ഇതാണ് നമ്മുടെ x1 y1, ഇതാണ് നമ്മുടെ x2 y2. y minus y1 5 equal y2 2 minus 5 divided by 0 minus 4 into x minus, which is equal to y minus 5 equal minus 3 by minus 4 into x minus 4, minus minus cancelled, 4y minus 20 equal 3x minus 12, no 3x minus 12 minus 4y plus 20 equals 0. 3x minus 4y plus 8 equal 0. ഇങ്ങനെയാണോ ഇക്വേഷൻ കിട്ടിയേ? 3x minus 4y plus 8 equals 0. കഴിഞ്ഞ? എല്ലാരും കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ നമ്പർ 9 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഹോംവർക്ക്. Okay, find the equation of the line passing through minus 3, 5 and perpendicular to the line through the point 2, 5, minus 3, 6. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, പിന്നെ പെർപെൻഡിക്കുലർ ടു 2, 5, minus 3, 6 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പോ ആ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ? അല്ല, അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഇപ്പോ രണ്ട് എന്താ? അല്ല, y2 മൈനസ് y1 x2 മൈനസ് x1 ഇട്ടിട്ട് ആ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ? അത് കണ്ടുപിടിക്കാം. നമുക്ക് ഈ റിലേഷൻ അറിയാം, m1 m2 ഈക്വൽ ടു -1 ആണ്. അപ്പോ എന്താ മറ്റേ നമുക്ക് വേണ്ട ലൈനിന്റെ സ്ലോപ്പ് എന്താ? റെസിപ്രോക്കൽ എടുത്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമ്മൾ ചെയ്യുമായിരുന്നു. അത് കഴിയുമ്പോ പറയാം. ഞാൻ മൈൻഡ് ചെയ്യാണ്ടിരുന്നിട്ട് ഒരു രക്ഷയില്ലല്ലോ. സമയം എത്രേ? 6 മണി വരെ കേട്ടോ. പുറത്തേക്ക് പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കും. വീഡിയോ ഓൺ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 9 ഹോംവർക്ക് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. ക്വസ്റ്റ്യൻ നമ്പർ 10. A line perpendicular to the line segment joining the points 1, 0 and 2, 3 divides it in the ratio 1:n. Find the equation of the line. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരു ഫിഗർ വരച്ചേ. ക്വസ്റ്റ്യനിലെ കാര്യങ്ങൾ പറയുന്ന വെച്ചിട്ട് ഒരു ഫിഗർ വരച്ചേ. ജിസ്സേ, എന്താ ഞാൻ പറഞ്ഞേ? വൈഷ്ണവി എവിടെ ഇരിക്കണ്ട? വൈഷ്ണവി എവിടെ ഇരുത്തിയേ? പോയിന്റ്സ് ഒക്കെ മാർക്ക്. A line perpendicular to the line segment joining the points 1, 0 and 2, 3. So there is a line joining the points 1, 0 and 2, 3.
ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ ഉണ്ട്. ഓക്കെ, divides it in the ratio 1:n. We have to find the equation of this line. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? സെക്ഷൻ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സെക്ഷൻ ഫോർമുല നമ്മൾ എന്തിനാ യൂസ് ചെയ്യണേ? രണ്ട് പോയിന്റ്സ് ഉണ്ട്, അതിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളിവിടെ എ ബി പി ക്യൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യുന്നത്? സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യുന്നത്. എന്തായിരുന്നു സെക്ഷൻ ഫോർമുല? Question number 11. So by using which formula? Section formula. പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞ P is equal to m1x2 plus m2x1 divided by m1 plus m2 comma m1y2 plus m2y1 divided by m1 plus m2. ഇതാണ് ഇക്വേഷൻ. ഇനി ഈ m1 m2 എന്ന് പറയുന്നത് എന്താ? റേഷ്യോ ആണ്. ഇവിടെ m1 എന്ന് പറയുന്നത് 1 ആണ്, m1 എന്ന് പറയുന്നത് 1 ആണ്, m2 എന്ന് പറയുന്നത് n ആണ്. ഇനി x1 y1 എന്ന് പറയുന്നത് ആരാ? 1 0 ആണ്, x2 y2 എന്ന് പറയുന്നത് 2 3 ആണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. കിട്ടിയോ? പോയിന്റ്സ് കിട്ടിയോ? എന്താ കിട്ടിയ? ഫിഗർ നോക്കി ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഫിഗർ നോക്കി എഴുതുന്നതാണ് കേട്ടോ. 1 into 2 എത്രയാ? 2 plus n into 1 n divided by n plus 1. Next 1 into 3 3 plus n into 0 0 by n plus 1. That is 2 plus n by n plus 1 3 by n plus 1. ഇതാണ് പോയിന്റ്. കിട്ടിയോ? ഇങ്ങനെയാണോ കിട്ടിയ എല്ലാവർക്കും? അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പോയിന്റ് പി കിട്ടി. പി എന്താ കിട്ടിയ? 2 plus n by n plus 1 കോമ 3 by n plus 1. ഒരു പോയിന്റ് കിട്ടി. ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ആരുടെ സ്ലോപ്പ്? പി ക്യൂവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിൽ ഒരു പോയിന്റ് n ആണ്, നമുക്ക് n അറിയില്ലല്ലോ. എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. കണ്ടുപിടിക്ക്. സ്ലോപ്പ് ഓഫ് 1 0 2 3. 2 പോയിന്റ്സ് പോരെ? ഇക്വേഷൻ എന്താ സ്ലോപ്പിന്റെ? y2 minus y1 by x2 minus x1 which is equal to 3. 3 ആണോ കിട്ടിയേ? 3 ആണോ കിട്ടിയേ? ആണോ കിട്ടിയേ? പറ. കിട്ടിയില്ലെന്ന് പറ. ചെയ്തില്ലേ നിങ്ങള്? ഇവിടെ ഇത് കിട്ടിയോ? സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പാണ് ഞാൻ കണ്ടുപിടിക്കണേ. 2 പോയിന്റ്സ് ഉണ്ട് എ ബിയുടെ, 1 0 2 3. എ ബി ഏതൊരു ലൈനിന്റെ ആണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? y2 minus y1 divided by x2 minus x1. x1 y1 തന്നിട്ടുണ്ട്, x2 y2 തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. കണ്ടുപിടിച്ചേ. നിങ്ങൾ ഇടയ്ക്കുള്ള ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോസ് കണ്ടോളാം കേട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് പോകും. ഇപ്പൊ നമുക്ക് കിട്ടിയ സ്ലോപ്പ് ഓഫ് എ ബി ആ. ഇനി ഈ സ്ലോപ്പ് ഓഫ് നോക്കിയായിരുന്നോ? പറഞ്ഞാ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 3 വളവ്. ഇത് ഞാൻ നേരെയാക്കി വരച്ചു.
നേരെ ആക്കി വരച്ച. ഇപ്പൊ നോക്കിക്കേ. വരച്ചിട്ടുണ്ടോ? അതെ. നിങ്ങൾ നോക്കിക്കേ, 10 നോക്കിക്കേ. 10 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും? ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വൈക്കോണേറ്റ് ഇല്ല, അത് എക്സ് ആക്സിസിലെ ഒരു പോയിന്റാ. 2, 3 എന്ന് പറയുന്ന പോയിന്റ് എന്തായാലും ഇവിടെ വരുള്ളൂ. 2 ഇങ്ങനെ വരുള്ളൂ. നിങ്ങൾ കറക്റ്റ് ഗ്രാഫ് വെച്ച് വരയ്ക്കുമ്പോൾ എന്തായാലും ഒരു ചരിവ് ഉണ്ടാകും. ഇവിടെ നമുക്ക് മനസ്സിലാവാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിട്ട് വരയ്ക്കുന്ന കേട്ടോ. ഇത് കിട്ടിയോ? സ്ലോപ്പ് ഓഫ് എ ബി ജിസിന് കിട്ടിയ? ഇനി ഈ സ്ലോപ്പ് ഓഫ് എ ബി യൂസ് ചെയ്തിട്ട് പി ക്യൂന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ? എ ബിയുടെ സ്ലോപ്പ് യൂസ് ചെയ്തിട്ട് പി ക്യൂന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമോ? ഈ എ ബിയും പി ക്യൂം പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോ എ ബിയുടെ സ്ലോപ്പിനെ M1 എന്നും പി ക്യൂന്റെ സ്ലോപ്പിനെ M2 എന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ M1 M2 ഈക്വൽ -1 അല്ലേ? അപ്പൊ M2 എന്ന് പറയുന്നത് എന്തായിരിക്കും? -1/M1 അല്ലേ? അതായത് -1/3. ഓക്കെ. ഇപ്പോ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ലൈനിന്റെ സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ കിട്ടിയ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി. കിട്ടിയ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ എടുക്കാം. 3 റെസിപ്രോക്കൽ എത്രയാ? 1/3. നെഗറ്റീവ് സൈൻ കൊടുക്കാം. -1/3. പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇപ്പൊ നോക്കിയേ, പി ക്യൂന്റെ സ്ലോപ്പും കിട്ടി, പാസ് ചെയ്യുന്ന ഒരു പോയിന്റും കിട്ടി. ഇനി ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. ഏത് ഫോമാ യൂസ് ചെയ്യാൻ പറ്റുക? പോയിന്റ് സ്ലോപ്പ് ഫോം. ഒന്ന് ചെയ്തേ. റബ്ബ് ചെയ്തോട്ടെ ഈ സൈഡ്. പോയിന്റ് കിട്ടി x0. പോയിന്റ് എന്തായിരുന്നു? 2 + n/n+1 3/n+1. ഇതായിരുന്നില്ലേ പോയിന്റ്? ആയിരുന്നില്ലേ പോയിന്റ്? സ്ലോപ്പ് ഈക്വൽ -1/3. ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലൈൻ. Is given by y minus y0 equal m into x minus x0, which gives y minus 3/n+1 equal -1/3 into x minus 2 + m/n+1. ഇത് ചെയ്യാട്ടോ, സിംപ്ലിഫൈ ചെയ്യാം. തനിയെ ചെയ്യണേ. എന്താണ് ചെയ് നോക്കാം.
മാർക്കൊന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യും. ഇങ്ങനെയാണോ കിട്ടിയത്? ചെയ്തോണ്ടിരിക്കുന്നു. ഇങ്ങനെയല്ലേ കിട്ടിയത്? നിങ്ങൾ എവിടെ വരെ ചെയ്തു? ഇവിടം വരെ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ഇതിനിവിടെ നിർത്താണെങ്കിൽ n+1 n+1 ക്യാൻസൽ ചെയ്യാം കേട്ടോ. അത് ചെയ്തോ? അങ്ങനെയാണെങ്കിൽ n² ഒക്കെ പോയി കിട്ടും. ഒരു സെക്കൻഡ്. അല്ല, അതൊന്നും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. ആ, ഇതാണോ? m × 3. അല്ല, നോക്കട്ടെ. കിട്ടിയ ആൻസർ കിട്ടിയോ? ഇത് ഇതിനകത്ത് എന്താ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇതിങ്ങടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ y+ny എന്നല്ലേ വന്നെ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ എഴുതിയേക്കണേ? അപ്പൊ y+ny - 3 എന്നാണ് വേണ്ടത്. കഴിഞ്ഞോ സാറെങ്കിൽ? നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്തിനാ ചെയ്യുന്നതിനിടയ്ക്ക്? എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോഴാണോ പറയണേ? ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന ഇതാ എന്താ എപ്പോ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും പറയണ കാര്യങ്ങളാണോ? അക്ഷയ് കിട്ടുന്നുണ്ടോ?
ചെയ്ത് കഴിഞ്ഞോ ആദർശ്? കഴിഞ്ഞോ സിസ്റ്റർ? കാണിച്ച് എങ്ങനെ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞു. തനിയെ സോൾവ് ചെയ്താണോ? കഴിഞ്ഞെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇതെല്ലാരും കഴിഞ്ഞോ? ഇന്നലെ മാത്രമേ ഉള്ളോ ഇനി കഴിയാൻ? ബാക്കിയുള്ള എല്ലാരും കഴിഞ്ഞോ? കഴിഞ്ഞോ? Question number 11. Find the equation of a line that cuts off equal intercepts on the coordinate axis and passes through the point 2, 3. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നേക്കുന്നേ? ഈക്വൽ ഇന്റർസെപ്റ്റ്സ് അല്ലെ? ഇന്റർസെപ്റ്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചല്ല. എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും. ഇവിടെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഈക്വൽ ആണെന്നാ പറഞ്ഞേ. ഈ രണ്ട് ഇന്റർസെപ്റ്റും ഉള്ള ഇക്വേഷൻ ഏതാ? രണ്ട് ഇന്റർസെപ്റ്റും ഉള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. ഇന്റർസെപ്റ്റ് ഫോം എന്നും പറഞ്ഞിട്ടൊരു ഫോം പഠിച്ചിട്ടുണ്ടോ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ 1. അവിടെ എക്സ് ഇന്റർസെപ്റ്റ് എ ആണ്, വൈ ഇന്റർസെപ്റ്റ് ബി ആണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് ഇന്റർസെപ്റ്റ് എന്താന്നാ പറഞ്ഞേക്കുന്നത്? ഈക്വൽ ആണ്. ദാറ്റ് ഈസ് എ ഈക്വൽ ബി അല്ലേ? അങ്ങനെയാണെങ്കിൽ ബൈ ഇന്റർസെപ്റ്റ് ഫോം ഇക്വേഷൻ ഓഫ് ലൈൻ എന്താ? ഇക്വേഷൻ ഓഫ് ലൈൻ ഈക്വൽ പറഞ്ഞേ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? ഇവിടെ സിൻസ് എ ഈക്വൽ ബി ആയത് കാരണം എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ ഈക്വൽ 1 എന്ന് എഴുതാലോ. ഇവിടെ നോക്ക്, എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ബൈ എ ഈക്വൽ 1 which implies x plus y equal a എന്ന് കിട്ടും അല്ലേ? put this as equation number 1. okay, x plus y equal a. ഇനി നമുക്ക് എന്ത് ചെയ്യണം? a യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് എക്സ് വൈ അല്ലെ? അപ്പൊ ഏത് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. therefore 2 plus 3 equal a അല്ലെ? that is അവിടെ x ഉം y ഉം തന്നിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് x ഉം y ഇല്ലാണ്ട് എഴുതണം. ഇത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആണ്. നമുക്ക് ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ 5 എന്ന് കിട്ടി. therefore ഇക്വേഷൻ ഓഫ് ലൈൻ എന്താ? ഇതിനകത്തോട്ട് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് x plus y equal 5.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. എന്തിനാണ് ക്വസ്റ്റ്യൻ നമ്പർ 12? എക്സോസ്റ്റഡ് ആയോ? കിടന്നോടെ? കിടന്നോ? റെസ്റ്റ് എടുത്തോ? കണ്ണടച്ച് കിടന്നോ? നല്ല കാര്യല്ലേ? ഞങ്ങൾ ആ സമയം അങ്ങനെ ചോദിച്ചാ എല്ലാവർക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത് ലാസ്റ്റ് ഒന്നുമല്ല, സമയം കഴിയണത് നമ്മൾ ചെയ്യും. ഒരു വാച്ച് കൊണ്ടൊന്നൂടെ? ഇത് എല്ലാവരെയും ശല്യം ചെയ്യും. സമയം എന്തായി? കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്ഷയ് കഴിഞ്ഞോ? അക്ഷയ് കേക്കാം. Question number 12 വായിച്ചേ. Question number 12. Find the equation of the line passing through the point 2, 2. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് xy equal to 2 and cutting off intercept on the axis whose sum is 9. എന്താ തന്നേക്കുന്നത്? ഈ 9 എന്ന് പറയുന്നത് എന്താ? 9 എന്ന് പറയുന്നത് എന്താ? സം ഓഫ് ഇന്റർസെപ്റ്റ്സ് അല്ലെ? ഇന്റർസെപ്റ്റ് a plus b equal 9. സോ ഇന്റർസെപ്റ്റ് ഫോം എന്താ? ഇവിടെ നമുക്ക് രണ്ട് ഇന്റർസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്റർസെപ്റ്റ് ഫോം നോക്കാം. എന്താണ് ഇന്റർസെപ്റ്റ് ഫോം? x by a പ്ലസ് y by b ഈക്വൽ 1. ഇത് നോക്കിയേ, ഇവിടെ a പ്ലസ് b ഈക്വൽ 9. അങ്ങനെയാണെങ്കിൽ എനിക്ക് b നെ 9 മൈനസ് എന്ന് എഴുതാമല്ലോ. ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? x by a പ്ലസ് y by 9 മൈനസ് a ഈക്വൽ 1. ഇതൊന്ന് സോൾവ് ചെയ്തേ. ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാ? 2. വൈയുടെ വാല്യൂ എത്രയാ? 2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 by a പ്ലസ് 2 by 9 മൈനസ് a ഈക്വൽ 1. ഇത് സോൾവ് ചെയ്യട്ടോ. സോൾവ് ചെയ്ത എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ ആക്ച്വലി ടീച്ചർമാരെ വെച്ചേക്കാൻ നേരെ തിരിച്ചാല് ആക്ച്വലി ഈ വലിയ ക്ലാസ്സിൽ കാര്യമില്ല, നമ്മള് പുച്ഛിച്ച് തന്നു. ചെയ്ത് കഴിഞ്ഞ a square minus അങ്ങനെയാണോ കിട്ടിയത്? a square minus 9a plus 18 equal to 0. കറക്റ്റ് ആണ്. ഇനി അത് സോൾവ് ചെയ്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം.
സോൾവ് ചെയ്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കും. കിട്ടിയോ? എയുടെ വാല്യൂ കിട്ടിയോ? കിട്ടിയോ? ആൻസർ കിട്ടിയോ? (18 minus 2a plus 2a equal 9a minus a square). So 9a, sorry, a square minus 9a plus 18 equals 0, and a equal divided by 2, which is equal to 9 plus or minus 4 of 81 minus. ഏത് വേണേ ചെയ്യാൻ കുഴപ്പമില്ല. Which is equal to 9 plus 3 by 2, 9 minus 3 by 2, 6. 6 ഉം 3 ആണോ കിട്ടിയത്? A is equal to 6 and 3. ഇനി when A is equal to case 1, A equal to 3, 6 ആണെങ്കിൽ B യുടെ വാല്യൂ എത്രയായിരിക്കും? 3 അല്ലേ? കാരണം A plus B 9 ആണ്. അങ്ങനെയാണ് ഇക്വേഷൻ എന്തായിരിക്കും? x by a plus y by b equal 1 അതാണ് ഇക്വേഷൻ അല്ലേ? സോ x by 6 plus y by 3 equal 1. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് x plus 2y equal 6. ഇങ്ങനെ കിട്ടില്ല ഇക്വേഷൻ? കിട്ടിയോ? ഇനി കേസ് 2, എയുടെ സെക്കൻഡ് വാല്യൂ എന്താ? 3. a 3 ആണെങ്കിൽ b എത്രയായിരിക്കും? 6. സോ ഇക്വേഷൻ എന്തായിരിക്കും? x by 3 plus y by 6 equal 1 into 2 into 2. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ടാ ചെയ്യണേ. സോ 2x plus y equal 6. Okay. എഴുതി കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 9 ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വേണം കേട്ടോ. താങ്ക് യു.